മാവ് നല്ല വെണ്ണ പോലെ വെന്ത്. മാവ് വെണ്ണ പോലെ വെന്തോ? അല്ല, അരഞ്ഞ്. പൂദോശ എന്ന് പറയുന്നത്. ചേട്ടത്തിക്ക് ആരും അറിയാം, കൊടങ്ങാള വാസവണ്ണൻ എന്ന് പറയുന്നൊരു ചായക്കടക്കാരനുണ്ടായിരുന്നു, പഴയ 7 നേരമുള്ള ചായക്കട. അവിടുത്തെ ദോശ മാസ്റ്റർ ഈ റൊണാൾഡായിരുന്നു. നിനക്ക് ചായക്കടയിലെ പണിയൊക്കെ അറിയാൻ പോയത്? അറിയാവോന്ന്. വ്ളാത്താങ്കര പള്ളിപ്പെരുന്നാളിന് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന പലഹാരം കണ്ട ആൾക്കാർ ഞെട്ടിയിട്ടുണ്ട്. പക്കാവട, ബോളി, നെയ്യപ്പം, അങ്ങനെ എന്തെല്ലാം ഐറ്റം ഉണ്ടാക്കുമെന്ന് അറിയായിരുന്നു. തള്ളു അല്ലല്ല ഉള്ളത്. എന്നിട്ട് ഇവിടെ അതൊന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, പറയണ പോലും കേട്ടിട്ടില്ല. അങ്ങനെ റോസ്മേരി എങ്കിലും പറയൂലേ? ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രാക്ടീസ് മുഴുവനും മുടങ്ങി. ഇനി ഒന്നേന്ന് സാധകം ചെയ്ത് എല്ലാം തിരിച്ചു പിടിക്കണം. കണ്ടോ? അല്ല, എന്താണ് അവിടെ നീ എത്ര നാൾ നിന്ന് ഈ ചായക്കടയിൽ? 6 മാസം. കാവുങ്ക പള്ളിപ്പെരുന്നാളിന് ചെന്നപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കി കഴിക്കാൻ വന്ന ഒരാടെ കയ്യിലെങ്ങാണ്ട് നെയ്യപ്പത്തിനകത്തുനിന്ന് ഒരു കല്ല് കിട്ടിയെന്ന് പറഞ്ഞു ഇയാൾ ആൾക്കാർ മുമ്പ് വെച്ചൊരു ആക്ഷേപം. അന്നേരം ഇറങ്ങി പെൻഡിങ് പൈസ മേടിച്ചാൽ വാളിന്റെ വിളിയെ പിടിച്ചിട്ട് ഇറങ്ങി. അതാണ്, പൈസ വരണ ഒരു സ്ഥലത്ത് നീ ഒരു നിൽക്കൂലല്ലേ, എവിടെ പോയാലും 6 മാസത്തിനുള്ളിൽ അവിടെ നിന്ന് പോരും. എന്തേ കാണിക്കണേ? ഇത് എണ്ണവട്ടം മത്സരം മറന്നുപോയി. കുഴപ്പമില്ല. അത് ആദ്യത്തെ ദോശ എന്ന് പറയുമ്പോൾ അങ്ങനെ ആദ്യത്തെ പാട്ട് തെറ്റും പിന്നീട് ക്ലിയർ ആവുന്ന കേട്ടിട്ടില്ല. ഇപ്പൊ സെറ്റാക്കി തരാം. നമുക്കൊരു തട്ടുകട റോഡ് സൈഡിൽ തുടങ്ങിയാലോ? നല്ല പൂ പോലുള്ള ദോശയും മുളക് ചമ്മന്തി പപ്പടവും പിന്നെ പരിപ്പുവടയും എല്ലാം കൂടെ വെച്ചിട്ട് നല്ല മീൻ സമയത്ത് മീനൂടെ ഒക്കെ വറുത്ത് കൊടുക്കുക. നല്ല കിട്ടുക്കാൻ കച്ചവടം കിട്ടും. അത് ശരിയാ, നല്ല കാര്യമാണ്. എന്താ പറയുന്നത്? കച്ചവടം ഉണ്ട്, കാശുണ്ട്, കൈ കഴിയും. സംഭവം നല്ലതായിരുന്നല്ലേ? എന്താ പറയുന്നത്? പക്ഷേ ഇല്ലേ, പൈസ അധികം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ സൂക്ഷിക്കും? അതിനല്ലേ ബാങ്ക് മുക്കിന് ബാങ്ക് തുറന്നു വെച്ചോണ്ടിരിക്കില്ലേ? ബാങ്കിലൊന്നും ഇട്ട് എളുപ്പം എടുക്കാൻ പറ്റൂല. എടുക്കാനല്ലേ ഏറ്റവും ഉള്ളത്. അവിടെയും കുഴപ്പമുണ്ടെന്നേ, കൂടി പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. നമ്മൾ പൈസ കൊണ്ടുവന്നിട്ടിട്ട് അതിന്റെ മുകളിലോട്ട് ആൾക്കാർ പൈസ ഇട്ടാൽ നമ്മുടെ പൈസ അടിയിലായി പോവില്ലേ? ആക്കിയതാണ്. തോന്നിയോ? അല്ല, സീരിയസ് ആയിട്ട് ഒരാൾ രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞൊരു വാക്ക് നോക്കണ്. എടാ, 6 മാസം ഒരു സ്ഥലത്ത് തികച്ച് നിൽക്കാത്ത നിന്റെ കൂടെ എന്തെങ്കിലും ഒരു കച്ചവടത്തിന് ഇറങ്ങിയ ബോധമുള്ള ആരെങ്കിലും ചെയ്യുമോ? അല്ല, നിനക്കത് ചോദിക്കാൻ തന്നെ തോന്നിയല്ലോ. രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തന്നു. വേണേ സ്വീകരിക്കാൻ പൈസ ഉണ്ടാക്കും. വേണ്ട, ഞാനിപ്പോൾ എൻ്റെ ഉള്ള വഴിയെ കൂടി ഞാനങ്ങ് പൊക്കോളാം. അല്ല, സൂപ്പർ ദോശ. മാർക്കേ, നീ ഒരു കാര്യം ചെയ്തേ, ഇത് പൊട്ടിച്ച് ചിരണ്ടിക്കാം, ചമ്മന്തി അരയ്ക്കാം. അയ്യോ, അത് പറഞ്ഞപ്പോഴാ കനമച്ചമ്മ ഒരു ഷർട്ട് മേടിച്ചത് പിടിക്കാൻ പറഞ്ഞായിരുന്നു. ഞാൻ മറന്നു. ആണോ? അയ്യോ, ഇട്ടു. എന്റെ റൊണാൾഡോ, നീ വെറുതെ പറഞ്ഞാന്നറിയൊന്നും എനിക്ക് നിലത്തിരിക്കാൻ പറ്റാണ്ടാണ്. എന്നോട് പറഞ്ഞു, ഞാനത് വിട്ടുപോയി, അത് മേടിച്ചിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ. പോയിട്ട് വന്നിട്ട് തേങ്ങ അരയ്ക്കും. അതുവരെ ഈ ഫലം കൂടെ കിടക്കട്ടെ. പിടി എല്ലാ അനുഗ്രഹങ്ങളും. പിന്നെ ചൂടോടെ ചുട്ടു വെക്കുക. ചൂടോടെയൊക്കെ ചുട്ട് വെക്കുക. അവക്ക് കല്യാണത്തിന് പോകണമെന്ന് പറയണ്ടേ? നീ അവിടെ ഇവിടെ ദോശക്കട ചായക്കടയും കാണുമ്പോ അവിടെ നിൽക്കരുത്. ഇല്ല.